അപ്പോൾ ഗൈസ് ഇതാട്ടോ, ഇതാണ് ആള് കേട്ടോ. ആള് ഏകദേശം വന്ന സമയത്ത് എന്താ പറയാ, ഇത്രയും ചെറിയ ആള് വന്നത് ആലുവേന്ന് നിന്നാട്ടോ. ആലുവേന്നാണ്. ഇവര് നോക്കി ആയി എന്നുള്ള രീതി എത്തുമ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. അത്യാവും എത്ര വൈഡാണെങ്കിലും വീട് റെഡി ആയും കേട്ടോ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സേക്ക്. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഇൻഫർമേറ്റീവോ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. നമുക്ക് ആലുവേന്ന് ഒരു ഹാൻഡ് ഫീഡ് ചിക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 ദിവസം മാത്രം പ്രായമായ ഒരു ഹാൻഡ് ഫീഡ് ചിക്ക്. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് സ്പൈറ്റ് ലെഗാണ്, കാല് വിടർന്ന് പോകുന്നേരം സൂക്കേടല്ലേ, അതാണ്. അപ്പോൾ നമ്മളെ സൺകൊന്നൂറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പം ആ ഒരു ബേസിൽ വന്നൊരു ബേഡാണ്. അപ്പോൾ ഞാൻ ആ ബേഡിനെ കാണിച്ചു തരാം കേട്ടോ. ആളെ എങ്ങനെയാണ് വന്നതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴുള്ള ബെല്ലേക്കും ഗവയെ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ് ഇതാട്ടോ, ഇതാണ് ആള് കേട്ടോ. ആള് ഏകദേശം വന്ന സമയത്ത് എന്താ പറയുക, വളരെ വൈഡായിരുന്നു കാല്. ഇപ്പോൾ നമ്മൾ എന്താക്കി, ഏകദേശം ഒന്ന് ലെവലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആളെ. അത് കണ്ടില്ലേ, ആളെ ഒരുവിധം ലെവലിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്പൈഡിലേക്ക് നമുക്ക് മിക്ക ബേഡ്സിനും വരുന്നതാണ്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. മിക്ക ബേഡ്സിനും വരുന്ന സൂക്കാട്ടോ ഈ സ്പൈഡിലേക്ക് വരുന്ന സംഭവം. ഇത് കണ്ടില്ലേ, ആളൊരു ഏകദേശം ഒരു നല്ല വൃത്തിക്കുള്ള ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യം ഇങ്ങനെയൊന്നല്ല, ഇത് കാല് ഇവിടെയും അവിടെ ഉണ്ടാവും. ഇത് രണ്ട് കാലും ഭയങ്കര വൈഡായിരുന്നു. ആള് വളരെ ചെറുതാണ്. ഫുൾ ഫീഡൊക്കെ എടുത്ത് ആളെല്ലാം ഉഷാറായിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആലുവേന്നാട്ടോ ഇവർ വന്നത്. മുമ്പ് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് വന്ന 2-3 കമന്റ്സ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് ഈ ബ്രേക്ക് സ്ലേറ്റ്, ഇതിന്റെ ലെഗിലിടുന്ന കാലിടുന്ന ബ്രേക്ക് സ്ലേറ്റ് കിട്ടിയിട്ടില്ല, അത് കിട്ടാനില്ല, സ്റ്റോക്ക് ഔട്ട് ആയി എന്നൊക്കെ പലരും പറഞ്ഞിട്ടൊരു വീഡിയോ കമന്റ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പണി, ഇപ്പോൾ ബ്രേക്ക് സ്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല. ഇത് കണ്ടോ, തുണിയില്ലേ, 2 നൈസ് തുണി, അത്യാവശ്യം ഓരോ കാല് രക്തോട്ടം ഉണ്ടാവുന്ന രീതിയിൽ, അത്ര ടൈറ്റ് അല്ലാത്ത രീതിയിൽ അടുപ്പിച്ച് കെട്ടിയിട്ട് ദിവസം ഒന്ന് ഈ 2 കാലം എടുത്തൊന്ന് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോന്ന് ട്രെയിൻ ചെയ്യണ്ടോ. അപ്പോൾ അത് നിൽക്കാതെ പ്രായം. ഈ ഒരു കാല് പക്ക റെഡി, ഈ ഒരു പോർഷൻ, അതായത് വലത്തെ കാല് പെർഫെക്റ്റ് ആയി റെഡി ആയിട്ടുണ്ട്. ഇനി ഇടത്തെ കാലാണ് റെഡി ആവുള്ളത്. കണ്ടോ, ഇടത്തെ കാലും റെഡി ആവും, പക്ഷെ ആള് നല്ല ടേൺ കണ്ടോ. സമയത്ത് ഭയങ്കര വൈഡായിരുന്നു കാല്. ഇപ്പം ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു ഫുഡൊക്കെ എടുക്കാനുള്ള സെറ്റപ്പായ ആള് നല്ല വൃത്തിയുള്ളതായി, തോലൊക്കെ വന്നിട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും രസം എന്താ വെച്ചാൽ, ഇത്രയും ചെറിയ ആള് വന്നത് ആലുവേന്ന് നിന്നാട്ടോ. ആലുവേന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത്രയും ലോങ്ങിനൊരു ഹാൻഡ് ഫീഡ് ചിക്കനൊക്കെ എടുക്കുന്നത്. കാരണം ഇത് റെഡിയാക്കാനൊരു കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ട് എടുത്തതാണ്. നൗ ഒരു എന്താ പറയുക, 50% റെഡിയായി വരുന്നു. ഇനി 50% നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, ഞാൻ അപ്പോൾ ഇയാളെ അപ്ഡേഷൻ വീഡിയോ നമ്മളെ ചാനൽ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പലരും കുറേ പേര് ഫെയിൽഡായി പോയി. അതുപോലെ തന്നെ മാത്രമല്ല, എനിക്ക് അതുപോലെ ഭയങ്കര വന്നൊരു ചോദ്യമാണ്. കാരണം എത്ര ദിവസമാണ് ഇത്, നമുക്കറിയാലോ ഏകദേശം ഇവർ നോക്കി ആയി എന്നുള്ള രീതി എത്തുമ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക, അത്ര മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാര്യമല്ല, ഇങ്ങനെ എടുക്കുക, ഒന്ന് നടത്തിക്കാൻ ശ്രമിക്കുക, ഒന്ന് മസാജ് കൊടുക്കുക. പണ്ട് കാലത്ത് നമ്മളെ മക്കളൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഓരോ മിക്ക കുട്ടികൾക്കും കാല് ചിലപ്പോൾ വൈഡായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി പണ്ട് കാലത്തൊരു ഒരു ടോയ് ഉണ്ടായിരുന്നു. കാരണം 2 കാലിനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ അതിലാണ് ഊഞ്ഞാലിട്ട്, കാരണം കാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവരിതേപോലെ ഇങ്ങനെ കാലടിപ്പിച്ച് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്യുക, നടത്താൻ ശ്രമിക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ടും ബേഡ് റെഡിയാവും. എത്ര വൈഡാണെങ്കിലും ബേഡ് റെഡിയാവും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 2-3 ബേഡ്സ് ഒരു സ്പൈഡിലേക്ക് വന്ന കേട്ടോ. അതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവരിലൊന്നും കിട്ടാത്ത വെച്ചാൽ അത്രയും വൈഡായിരുന്നു ആളത്. ഇയാളത് വെച്ചാൽ ഭയങ്കര വൈഡായിരുന്നു. ഇങ്ങനെ തന്നെ കാല് ഫുൾ ടൈം. ഞാൻ ആദ്യം കിട്ടുകയെന്ന് പ്രതീക്ഷ. പിന്നെ അന്ന് ട്രാവൽ വന്നപ്പോൾ നല്ല വീക്കായിരുന്നു ആള്. പക്ഷെ ഞാൻ കണ്ടില്ലേ, വ്യക്തമായി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എടുത്തിട്ട് നമ്മൾ കാല് നന്നായിട്ട് കൊടുക്കാന്നല്ല, നമുക്കൊരു രസം. പിന്നെ ഓർക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മേടിച്ചേ ഉള്ളൂ. അപ്പം ഇയാളെ അപ്ഡേഷൻ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ. അതിന് നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ മറക്കരുത് കേട്ടോ.